നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ആധാർ കാർഡിനെ പൗരത്വത്തിന്റെ നിർണായക തെളിവായി കാണാനാകില്ലെന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ശരിവെച്ചു. ആധാറിൽ പരിശോധന വേണ്ടിവരുമെന്നും വാക്കാൽ പരാമർശം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ റദ്ദാക്കുമെന്നും കോടതി. മരിച്ചെന്ന് കാണിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ 2 പേരെ കോടതിയിൽ ഹാജരാക്കി യോഗേന്ദ്ര യാദവ്. തൃശൂർ കോർപ്പറേഷനിൽ പുതിയ വോട്ടർ പട്ടികയിൽ വ്യാപക വ്യാജ വോട്ടുകൾ. കുട്ടനെല്ലൂർ 17ാം ഡിവിഷനിൽ ഒരു വീട്ടു നമ്പറിൽ 108 വോട്ടുകൾ വരെ. കുട്ടനെല്ലൂരിലെ CPM കൗൺസിലർ ശ്യാമള വേണുഗോപാലിന് ഇരട്ട വോട്ട്. കളക്ടർക്ക് പരാതി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് CPM മാർച്ച്. കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിലെ ഉപകരാറുകളിൽ ഗുരുതര അഴിമതിയെന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. കമ്പനിയെ തെരഞ്ഞെടുത്തതിൽ സുതാര്യതയില്ലെന്ന് പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ട് സമഗ്ര ഓഡിറ്റ് വേണമെന്ന് ശുപാർശ. ഔദ്യോഗിക വസതിയിൽ നിന്നും നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടി തുടങ്ങി. 3-അംഗ സമിതിയെ നിയോഗിച്ചെന്ന് ലോക്സഭാ സ്പീക്കർ. നടപടികൾ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകും. സെമിഫൈനൽ ഉൾപ്പെടെ 5 മത്സരങ്ങൾ. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ചിരുന്ന മത്സരങ്ങളാണ് തിരുവനന്തപുരത്തെ കാര്യവട്ടം സ്റ്റേഡിയത്തിലേക്ക് മാറ്റുന്നത്. ആധാർ കാർഡിനെ പൗരത്വത്തിന്റെ നിർണായക തെളിവായി കാണാനാകില്ലെന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് കോടതി ശരിവെച്ചു. ആധാറിൽ പരിശോധന വേണ്ടിവരുമെന്നും വാക്കാൽ പരാമർശിച്ചു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ റദ്ദാക്കുമെന്നും കോടതി അറിയിച്ചു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷണം നടത്തിയത്. ആധാർ കാർഡിനെ പൗരത്വത്തിന്റെ നിർണായക രേഖയായി കാണാനാകില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ശരിയെന്ന് സുപ്രീംകോടതി വാക്കാൽ പറഞ്ഞു. വിവിധ സേവനങ്ങൾക്കുള്ള ആധികാരിക തിരിച്ചറിയൽ രേഖയായി ആധാറിനെ പരിഗണിക്കുമ്പോഴും അത് പൗരത്വം നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കാനാകില്ലെന്നും കൃത്യമായ പരിശോധന ഇതിന് ആവശ്യമാണെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. പരിശോധന നടത്താനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടോ എന്നതാണ് ആദ്യം തീരുമാനിക്കേണ്ട ചോദ്യമെന്നും സുപ്രീംകോടതി പറഞ്ഞു. 1950 ശേഷം ഇന്ത്യയിൽ ജനിച്ചവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണെന്നും എന്നാൽ ഇപ്പോഴത്തെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഗുരുതരമായ ക്രമക്കേടുണ്ടെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൗരത്വം നൽകാനുള്ള ഏജൻസിയാക്കി മാറ്റരുതെന്നും ഹർജിക്കാർ വാദിച്ചു. പൗരത്വം കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം സെപ്റ്റംബർ വരെ മാറ്റിവെക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. കേസിൽ നാളെയും വാദം തുടരും. ന്യൂസ് ഡെസ്ക് അമൃത TV. മരിച്ചെന്ന് പറഞ്ഞ് ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ 2 വോട്ടർമാരെ സുപ്രീം കോടതിയിൽ ജീവനോടെ ഹാജരാക്കി പൗരാവകാശ പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ്. ബീഹാറിൽ തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടികയിലാണ് ഇവരെ മരിച്ചതായി കണക്കാക്കിയത്. മരിച്ചവരായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിയെഴുതിയ സാഹചര്യത്തിൽ ഇവർ കരട് വോട്ടർ പട്ടികയിലില്ലെന്നും യോഗേന്ദ്ര യാദവ് സുപ്രീം കോടതിയിൽ പറഞ്ഞു. യോഗേന്ദ്ര യാദവ് കേസിൽ നേരിട്ടാണ് വാദിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ ഒഴിവാക്കൽ നടക്കുകയാണെന്നും യോഗേന്ദ്ര യാദവ് വാദിച്ചു. തൃശൂർ കോർപ്പറേഷനിലെ പുതിയ വോട്ടർ പട്ടികയിൽ വ്യാപക വ്യാജ വോട്ടുകൾ. കുട്ടനെല്ലൂർ ഡിവിഷനിൽ 400 വ്യാജ വോട്ടുകളും കൃഷ്ണപുരം ഡിവിഷനിൽ 118 വ്യാജ വോട്ടുകളും ചേർക്കപ്പെട്ടു. കുട്ടനെല്ലൂർ ഡിവിഷൻ കൗൺസിലറും CPM നേതാവുമായ ശ്യാമള വേണുഗോപാലിന് ഇരട്ട വോട്ട്. കോർപ്പറേഷനിലെ വിവിധ ഡിവിഷനുകളിൽ 100 കണക്കിന് കള്ളവോട്ടുകളാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പടക്കം പടിവാതിൽക്കലെത്തി നിൽക്കെ പുതിയതായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ 100 കണക്കിന് വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടുവെന്നാണ് പരാതി. LDFും UDFും BLOമാരെ സ്വാധീനിച്ചാണ് വലിയ രീതിയിൽ കള്ളവോട്ട് ചേർത്തിരിക്കുന്നതെന്ന് BJP പരാതിപ്പെടുന്നു. തൃശൂർ കോർപ്പറേഷനിലെ കുട്ടനെല്ലൂർ ഡിവിഷനിൽ മാത്രം 400 കള്ളവോട്ടുകളാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. കുട്ടനെല്ലൂർ ഡിവിഷൻ കൗൺസിലറും CPM നേതാവുമായ ശ്യാമള വേണുഗോപാലിന് ഇരട്ട വോട്ടുണ്ടെന്നും BJP ആരോപിച്ചു. ഒരു വീട്ടു നമ്പറിൽ തന്നെ 108 വോട്ട് വരെ ചേർത്തതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വേറെ പല വീട്ടു നമ്പറിലും അതുപോലെ തന്നെ 34 വോട്ട്, 38 വോട്ട്, 28 വോട്ട്, അങ്ങനെ മാക്സിമം 108 വോട്ട് വരെ ചേർത്തതായിട്ടാണ് വ്യാപകമായ ഒരു വീട്ടു നമ്പറിലാണ്
ഇത്രയ്ക്കും വോട്ടുകൾ ചേർത്തിട്ടുള്ളൂ. അതേസമയം സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ തൃശൂർ ACPക്ക് പരാതി നൽകി. വ്യാജരേഖ ചമച്ചു എന്നതടക്കമാണ് പരാതി. ഫൈനൽ വോട്ടർ പട്ടിക വന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് വോട്ടറായി വരുന്നത്. 6 മാസം അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം വോട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വോട്ട് അസാധുവാണ്, വ്യാജമാണ്. തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയത് നേരും നെറിവുമില്ലാത്ത നടപടിയെന്ന മന്ത്രി R ബിന്ദുവും പറഞ്ഞു. എത്ര മോശപ്പെട്ട മാർഗം ഉപയോഗിച്ചും അധികാരത്തിലെത്തിപ്പെടാൻ പരമാവധി ശ്രമം നടത്തുകയാണ് BJPയും RSSും സംഘപരിവാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എത്ര മോശപ്പെട്ട മാർഗങ്ങൾ ഉപയോഗിച്ചും അധികാരത്തിൽ എത്തിപ്പെടാൻ പരമാവധി ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ RSSും BJPയും സംഘപരിവാര ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സുരേഷ് ഗോപി ജയിച്ചതിൽ അസൂയയാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നതെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. നമ്മൾ ഇരട്ട വോട്ടിനെ അംഗീകരിച്ചിട്ടില്ല, വോട്ട് തട്ടിപ്പിനെ അംഗീകരിച്ചിട്ടില്ല, വോട്ട് കള്ളത്തരത്തെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ജയിച്ചു വരുമ്പോൾ അതിനെ അധിക്ഷേപിക്കരുത്. അത് വോട്ട് ചെയ്തവരെ അധിക്ഷേപിക്കാൻ തുല്യമാണ്. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് വോട്ട് ചേർച്ച തൃശൂരിൽ വലിയ ചർച്ചയാണ് സൃഷ്ടിക്കുന്നത്. 3 മുന്നണികളും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി മുന്നോട്ട് വരികയാണ്. അമൃത ന്യൂസ്, തൃശൂർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂർ ചേരൂരിലെ ഓഫീസിലേക്ക് CPM മാർച്ച്. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിലുമായിരുന്നു പ്രതിഷേധം. CPM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു. മാർച്ചിനിടെ ചേരൂർ സ്വദേശി വിപിൻ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ബോർഡിൽ കരിയോയിലൊഴിച്ചു. ബോർഡിൽ ചെരുപ്പുമാല ഇടാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. വിപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് MA റസാഖ് ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും വോട്ട് മോഷണത്തിന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി നേതാക്കൾ ആരോപിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന വാർത്ത ഇതിനു മുമ്പും പുറത്തു വന്നിരുന്നു. എന്നാൽ വോട്ടർ പട്ടികയിലെ തെറ്റ് തിരുത്താനുള്ള സമയം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഗുരുതര ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയത്. വോട്ടർ പട്ടികയിൽ 1000-ലധികം വോട്ട് ഇരട്ടിപ്പുകൾ, ഒരു ID കാർഡ് നമ്പറിൽ 6 വോട്ടർമാർ, ഒരു വീട്ടു നമ്പറിൽ 300-ലധികം വോട്ടർമാർ, വീട്ടു നമ്പർ ഇല്ലാതെയും വോട്ടർമാർ തുടങ്ങിയ ആരോപണങ്ങളാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും വോട്ട് മോഷണത്തിന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് MA റസാഖ് പറഞ്ഞു. ഒരു ID കാർഡ് നമ്പറിൽ 6 വോട്ടർമാർ, ഒരു വീട് നമ്പറിൽ 300-ലധികം വോട്ടർമാർ, വീട് നമ്പർ ഇല്ലാത്ത വോട്ടുകൾ, ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്നാണ് ഞങ്ങളുടെ വിഷയം. വളരെ ഗൗരവമായ ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നമ്മുടെ കോർപ്പറേഷനിലും ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 6 വോട്ടർമാരുള്ള 4 ID കാർഡ് നമ്പറുകൾ, വോട്ടറുടെ പേര്, രക്ഷിതാവിന്റെ പേര്, വീട്ടുപേര് എന്നിവ ഒരക്ഷരം പോലും മാറ്റമില്ലാതെ 2 തവണ ആവർത്തിച്ചു വരുന്ന 1048 വോട്ടുകൾ. അതോടൊപ്പം തന്നെ നിലവിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ അതിർത്തി മാറി വന്നത് 100 കണക്കിന് വോട്ടുകളാണെന്നും ഒരു വീട്ടു നമ്പറിൽ 327 വോട്ടുകൾ വരെയുള്ളവർ ഉണ്ടെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ആരോപിച്ചു. ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്നാണ് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ രൂക്ഷ വിമർശനവുമായി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ദേശീയപാത അതോറിറ്റിയുടെ പ്രവർത്തനത്തിൽ സമഗ്ര ഓഡിറ്റ് വേണമെന്ന് സമിതി ശുപാർശ ചെയ്തു. PSC റിപ്പോർട്ട് പാർലമെന്റിന്റെ 2 സഭകളിലും സമർപ്പിച്ചു. കേരളത്തിലെ അടക്കം ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്വമേധയാ ഏറ്റെടുത്ത് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. കൂരിയാട് ഡിസൈൻ തകരാറുണ്ടായെന്ന് ദേശീയപാത അതോറിറ്റി സമ്മതിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. വീഴ്ച വരുത്തിയ കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തി ഭാവിയിൽ
കരാറുകൾ നൽകരുത് എന്നും ശുപാർശയുണ്ട്. ഉപകരാറുകൾ തീരെ കുറഞ്ഞ തുകയ്ക്ക് നൽകുന്നതിൽ PAC ആശങ്ക രേഖപ്പെടുത്തി. ഉപകരാറുകളുടെ വിശദമായ വിലയിരുത്തൽ ഗതാഗത മന്ത്രാലയം നടത്തണം. ഡിസൈൻ തയ്യാറാക്കാനും അംഗീകരിക്കാനുമുള്ള സംവിധാനം ദേശീയപാത അതോറിറ്റിക്ക് വേണമെന്നും PAC ശുപാർശ ചെയ്തു. ഓരോ സംസ്ഥാനത്തും ഡിസൈൻ തീരുമാനിക്കുമ്പോൾ MP-മാരുൾപ്പെടെ ജനപ്രതിനിധികളുമായും സംസ്ഥാന വിദഗ്ധരുമായും വിശാലമായ കൂടിയാലോചന വേണമെന്നും നിർദ്ദേശമുണ്ട്. ടോൾ നിശ്ചയിക്കാൻ പ്രത്യേക നിയന്ത്രണ അതോറിറ്റി രൂപീകരിക്കണമെന്നും PAC റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ നീക്കം. ഇത് സംബന്ധിച്ച അന്വേഷണത്തിനായി നടപടികൾ തുടങ്ങിയതായി സ്പീക്കർ സഭയെ അറിയിച്ചു. നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി 3-അംഗ സമിതി രൂപീകരിച്ചു. ये स्पष्ट है कि दिल्ली उच्च न्यायालय के मुख्य न्यायाधीश ने न्यायमूर्ति यशवंत वर्मा के विरुद्ध शिकायत को गंभीर प्रकृति का पाया. ഏറെ നിർണായകമായ തീരുമാനമാണ് സ്പീക്കർ ഓം പ്രകാശ് ബിർള സഭയെ അറിയിച്ചത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് MP-മാർ ഒപ്പിട്ട നോട്ടീസ് സ്പീക്കർക്ക് നേരത്തെ നൽകിയിരുന്നു. ആ നോട്ടീസ് താൻ അംഗീകരിക്കുന്നുവെന്ന് സ്പീക്കർ സഭയെ അറിയിച്ചു. അഴിമതിയെ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും അതിനെതിരെ ശക്തമായ സന്ദേശം പാർലമെന്റ് നൽകണമെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി. ഇതിനായി 3-അംഗ സമിതി രൂപീകരിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. സുപ്രീം കോടതി ജഡ്ജി അരവിന്ദ് കുമാറിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനീന്ദർ മോഹൻ ശ്രീവാസ്തവയും നിയമവിദഗ്ധനായ BV ആചാര്യയും ഉൾപ്പെടുന്നു. ഇവർ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ കേസും ആരോപണങ്ങളും അന്വേഷിക്കും. തുടർന്ന് 3-അംഗ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് പാർലമെന്റ് കടക്കുക. जांच समिति की रिपोर्ट प्राप्त होने तक ये प्रस्ताव लंबित रहेगा. സമിതി 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നതാണ് നിലവിലെ ചട്ടം. അതിനുശേഷം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ വിശദീകരണവും സമിതി കേൾക്കും. അതിനുശേഷമാകും പാർലമെന്റിനുള്ളിൽ ഇംപീച്ച്മെന്റ് നടപടികൾ തുടങ്ങുക. അങ്ങനെയെങ്കിൽ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിലാകും ഇംപീച്ച്മെന്റ് നടപടികൾ ഉണ്ടാവുക. നേരത്തെ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് ചോദ്യം ചെയ്ത ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി കോടതി തള്ളിയിരുന്നു. വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിനെ തുടർന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടുകയും വർമ്മയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇതിനെതിരെ ജൂലൈ 18-നാണ് വർമ്മ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. EP ജയരാജനുമായി ബന്ധപ്പെട്ട വൈദേകം റിസോർട്ട് വിവാദം CPM സംസ്ഥാന സമിതിയിൽ വീണ്ടും ഉന്നയിച്ച് P ജയരാജൻ പരാതി എഴുതി നൽകി ഇത്രയും നാൾ പിന്നിട്ടിട്ടും എന്തുണ്ടായി എന്നാണ് P ജയരാജൻ അന്വേഷിച്ചത്. വിഷയം ഗൗരവത്തോടെ പരിഗണിക്കുകയാണെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകി. വ്യാഴാഴ്ച ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വിഷയം ഉന്നയിച്ചത്. 2022-ലായിരുന്നു വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണം CPM സംസ്ഥാന കമ്മിറ്റിയിൽ P ജയരാജൻ ആദ്യമായി ഉന്നയിച്ചത്. CPM രാഷ്ട്രീയത്തിലേറെ വിവാദമുണ്ടാക്കിയ ആരോപണത്തെ തുടർന്ന് EP ജയരാജൻ ഇടതുമുന്നണി കൺവീനറായിരിക്കെ പാർട്ടിയുമായി കുറച്ചുകാലം അകലം പാലിക്കുകയും ചെയ്തിരുന്നു. തനിക്ക് റിസോർട്ടുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഭാര്യയും മകനും ആയുർവേദ സെന്ററുമായി ബന്ധപ്പെട്ട എല്ലാ ഓഹരിയും ഒഴിയാൻ തീരുമാനിച്ചുവെന്നുമായിരുന്നു അന്ന് EP ജയരാജൻ നൽകിയ വിശദീകരണം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും റിസോർട്ട് വിവാദം പാർട്ടിക്കുള്ളിൽ തലപൊക്കുകയാണ്. ഇത്തവണയും P ജയരാജൻ തന്നെയാണ് വിഷയം ഉന്നയിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റിയിലാണ് P ജയരാജൻ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട പരാതിയിൽ തുടർ നടപടി അന്വേഷിച്ചത്. 2022-ൽ ആരോപണം ആദ്യം ഉന്നയിച്ചപ്പോൾ പരാതി എഴുതി നൽകണമെന്നായിരുന്നു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടത്. എന്നാൽ പരാതി എഴുതി നൽകിയ ശേഷം ഇത്രയും നാൾ പിന്നിട്ടിട്ടും എന്ത് അന്വേഷണം നടന്നുവെന്നാണ് P ജയരാജൻ ഇപ്പോൾ ചോദിച്ചത്. വിഷയം പരിഗണിച്ചു വരികയാണെന്നാണ് പാർട്ടി സെക്രട്ടറി മറുപടി നൽകിയത്. കുറച്ച് കാലതാമസമുണ്ടായെങ്കിലും പരാതിയിൽ ഗൗരവത്തോടെയുള്ള അന്വേഷണം നടക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകിയെന്നാണ് വിവരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കേരള കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത്. MV ഗോവിന്ദന്റേത് വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയെന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ കുറ്റപ്പെടുത്തി. MV ഗോവിന്ദന്റെ നിലപാട് ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമാണെന്ന് തലശ്ശേരി അതിരൂപത വ്യക്തമാക്കി. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മാർ ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവനയെ MV ഗോവിന്ദൻ ശക്തമായി വിമർശിച്ചിരുന്നു. ബിഷപ്പ് പാംപ്ലാനി അവസരവാദിയാണെന്നും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ BJPക്കെതിരെ പറഞ്ഞ പാംപ്ലാനി ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷായെ പ്രശംസിച്ചെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇതിനെതിരെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതികരണം. പ്രസ്താവന തിരുത്തണമോ എന്ന് MV ഗോവിന്ദൻ തീരുമാനിക്കട്ടെ എന്നും 3ാം പിണറായി സർക്കാർ വരണോ എന്ന് അവർ ആലോചിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു.
നമ്മളൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ നമ്മളെ സഹായിച്ചത് അത് ആരാണേലും അവർക്ക് നന്ദി പറയുന്നത് സംസ്കാരമുള്ളവരുടെ ഒരു നിലപാടാണ്. അതാണ് പിതാവ് പറഞ്ഞത്. അതിനെ മറ്റ് വ്യാഖ്യാനങ്ങൾ കൊടുത്ത് വളച്ചൊടിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദച്ചാമി പറയുന്നത് നമ്മൾ കാര്യമായിട്ട് എടുക്കുക. ആ നിലയിലേക്ക് സമുന്നതനായ ഒരു പാർട്ടിയുടെ പൊസിഷനിലിരിക്കുന്ന ഗോവിന്ദൻ മാഷ് സംസാരിക്കാൻ പാടില്ലെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. നേരത്തെ തലശ്ശേരി അതിരൂപതയും MV ഗോവിന്ദനെതിരെ രംഗത്ത് വന്നിരുന്നു. പാമ്പ്ലാനിക്കെതിരെ തരംതാഴ്ന്ന പ്രസ്താവന നടത്തിയ CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമാണെന്ന് തലശ്ശേരി അതിരൂപത കുറ്റപ്പെടുത്തി. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയ ശേഷം മാത്രമേ കത്തോലിക്ക സഭയിലെ മെത്രാൻമാർ പ്രസ്താവന നടത്താൻ പാടുള്ളൂവെന്ന സമീപനം ഫാസിസത്തിന്റെ മറ്റൊരു മുഖമാണെന്ന് രൂപത പ്രസ്താവനയിൽ പറഞ്ഞു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇടപെടണമെന്ന സഭാ നേതൃത്വത്തിന്റെ ആവശ്യം സർക്കാർ മനസ്സിലാക്കി കേന്ദ്രം ഇടപെട്ടതിൽ നന്ദി അറിയിച്ചത് നിലപാട് മാറ്റമല്ലെന്നും രൂപത വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. കുവൈറ്റിൽ 544 മരുന്നുകളുടെയും മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ 78.5% വരെ ഇളവ് വരുത്തിയതായി ആരോഗ്യമന്ത്രി അഹമ്മദ് അൽ അവാദി. ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ 144 മരുന്നുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും പുതിയ വില നിശ്ചയിച്ചതായും ഇത് ഗൾഫ് മേഖലയിലെ ഏറ്റവും കുറഞ്ഞ വിലയാണെന്നും വ്യക്തമാക്കി. ആവശ്യമായ മരുന്നുകൾ താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കുന്നതിനും ആരോഗ്യ മേഖലയിൽ സാമ്പത്തിക സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ നടപടി. കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ ശമ്പള പരിധി നിബന്ധന റദ്ദാക്കിയതായി താമസകാര്യ വിഭാഗം മേധാവി കേണൽ അബ്ദുൽ അസീസ് അൽ കന്തറി. നിലവിൽ കുവൈറ്റ് വിസ പ്ലാറ്റ്ഫോം വഴി ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സൗകര്യം ലഭ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു. വിനോദസഞ്ചാര വിസകൾ, കുടുംബ സന്ദർശന വിസകൾ, സർക്കാർ സന്ദർശന വിസകൾ, ബിസിനസ് വിസകൾ എന്നിവ ഈ പ്ലാറ്റ്ഫോം വഴി ലഭ്യമാണ്. നിലവിൽ 4ാം ഡിഗ്രി വരെയുള്ള രക്തബന്ധുക്കൾക്കും വിവാഹബന്ധത്തിലൂടെയുള്ള 3ാം ഡിഗ്രി വരെയുള്ള ബന്ധുക്കൾക്കും കുടുംബ സന്ദർശന വിസ ലഭ്യമാണ്. 3 മാസം വരെയുള്ള കാലാവധിയിലാണ് ഇവ അനുവദിക്കുക. 1 വർഷം വരെ ദീർഘിപ്പിക്കുവാനുള്ള സൗകര്യവും ലഭ്യമാണ്. നേരത്തെ കുടുംബ സന്ദർശന വിസ ലഭിക്കുന്നതിന് അപേക്ഷകന് ചുരുങ്ങിയത് 500 ദിനാർ ശമ്പളവും യൂണിവേഴ്സിറ്റി ബിരുദവും ഉണ്ടായിരിക്കണമെന്ന നിബന്ധന ഉണ്ടായിരുന്നു. ഈ നിബന്ധനകളാണ് ഇപ്പോൾ എടുത്തു കളഞ്ഞിട്ടുള്ളത്. കുവൈറ്റിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ വാഹനാപകടങ്ങളും അപകടത്തെ തുടർന്നുള്ള മരണങ്ങളും ഗണ്യമായി കുറഞ്ഞതായി സ്ഥിതിവിവര കണക്ക്. ഇത് പ്രകാരം 2024 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 2025 ആദ്യ പാദത്തിൽ ഗതാഗത നിയമലംഘനങ്ങളുടെയും അപകടങ്ങളുടെയും മരണങ്ങളുടെയും എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ആദ്യ പകുതിയിൽ രേഖപ്പെടുത്തിയ ഗതാഗത നിയമലംഘനങ്ങളുടെ എണ്ണം 19,68,733 ആയിരുന്നു. എന്നാൽ ഈ വർഷം ഇതേ കാലയളവിൽ ഇത് 16% കുറഞ്ഞത്. ഗതാഗത നിയന്ത്രണം ശക്തമാക്കുന്നതിനും ആധുനിക നിരീക്ഷണ നിർവഹണ സംവിധാനങ്ങൾ സജീവമാക്കുന്നതടക്കമുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടികളെ തുടർന്നാണ് ഈ നേട്ടം. സൗദിയിലേക്ക് തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് മിക്ക പ്രൊഫഷണലുകൾക്കും ഇന്ത്യയിൽ പരീക്ഷ നിർബന്ധമാക്കി. ലോഡിംഗ്, അൺലോഡിംഗ് ലേബർ ഉൾപ്പെടെ നേരത്തെ പരീക്ഷ ആവശ്യമില്ലാത്ത വിസകൾക്കും ഇനി മുതൽ പ്രത്യേക ടെസ്റ്റുകൾ നിർബന്ധമാണ്. ഇനി ഏതാനും പ്രൊഫഷണലുകൾക്ക് മാത്രമാണ് പരീക്ഷ ആവശ്യമില്ലാത്തത്. സൗദി തൊഴിൽ മേഖലയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സൗദി തൊഴിൽ മന്ത്രാലയം 1.5 വർഷം മുമ്പ് തൊഴിൽ വിസകൾക്ക് ഇന്ത്യ ഉൾപ്പെടെ ഏതാനും രാജ്യങ്ങളിൽ പരീക്ഷ നിർബന്ധമാക്കിയത്. സൗദി സക്കാത്ത് നികുതി കസ്റ്റംസ് അതോറിറ്റി പരിശോധന കർശനമായി തുടരുന്നു. ജൂലൈ മാസത്തിൽ രാജ്യത്തുടനീളമുള്ള മാർക്കറ്റുകളിലും കടകളിലും 15,000-ലധികം പരിശോധനാ സന്ദർശനങ്ങൾ നടത്തി. പരിശോധനകളിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായും നടപടികൾ കൈക്കൊണ്ടതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ചില്ലറ വിൽപ്പന കടകൾ, പുകയില കേന്ദ്രങ്ങൾ, സ്വർണ്ണ വിൽപ്പന കേന്ദ്രങ്ങൾ, പൊതുസേവന ഇടങ്ങൾ തുടങ്ങി വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയതായി അതോറിറ്റി അറിയിച്ചു. നികുതി ലംഘനങ്ങൾ കണ്ടെത്താൻ പരിശോധനകൾ തുടരുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ UAE-യിലെ നഗരങ്ങളും. അന്താരാഷ്ട്ര റേറ്റിംഗ് വെബ്സൈറ്റായ നംബിയോയുടെ സേഫ്റ്റി ഇൻഡെക്സിലാണ് അബുദാബിയും അജ്മാനും ദുബായിയും അടക്കമുള്ള UAE നഗരങ്ങൾ ഇടം നേടിയത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യ 10-ൽ 7 ഗൾഫ് നഗരങ്ങളാണ്. സുരക്ഷ, സ്ഥിരത, സമൃദ്ധി എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ അനുയോജ്യമായ സ്ഥലം എന്ന നിലയിലാണ് പട്ടികയിൽ ഇടം നേടുന്നത്. UAE തലസ്ഥാനമായ അബുദാബിയാണ് പട്ടികയിൽ ഇടം നേടിയ ഗൾഫ് നഗരങ്ങളിൽ 1-ാം സ്ഥാനത്ത്. അജ്മാൻ, ദുബായ്, ഷാർജ, റാസൽ ഖൈമ എന്നീ നഗരങ്ങളും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. വേനലവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറക്കാനിരിക്കെ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിനുമായി UAE ആഭ്യന്തര മന്ത്രാലയം. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 25 വാഹനാപകടരഹിത ദിനമായി UAE
പ്രഖ്യാപിച്ചു. അന്നേ ദിവസം അപകടമില്ലാതെ വാഹനം ഓടിച്ചാൽ നിലവിൽ ലൈസൻസിൽ ബ്ലാക്ക് പോയിന്റ് ഉള്ളവർക്ക് 4 ബ്ലാക്ക് പോയിന്റുകൾ ഇളവ് ചെയ്ത് ലഭിക്കും. ഇതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കാമെന്നുള്ള സത്യവാങ്മൂലമാണ് രജിസ്ട്രേഷനൊപ്പം നൽകേണ്ടത്. അപകടങ്ങളില്ലാതെ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ലൈസൻസിൽ നിന്നും നിലവിലുള്ള ബ്ലാക്ക് പോയിന്റുകൾ നീക്കം ചെയ്ത് കിട്ടും. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ. നിയമനങ്ങൾ ചട്ടവിരുദ്ധമെന്നും റദ്ദാക്കണമെന്നുമാണ് കേരളത്തിന്റെ ആവശ്യം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ആദ്യം കോടതിയെ സമീപിച്ചത് സർക്കാരായിരുന്നു. താൽക്കാലിക VCമാരെ മാറ്റി സ്ഥിരം നിയമനം ഉടൻ നടത്തണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ 6 മാസത്തേക്ക് താൽക്കാലിക VCമാർക്ക് തുടരാമെങ്കിലും സർക്കാരുമായി ആലോചിച്ച് ചട്ടപ്രകാരം സ്ഥിരം VCമാരെ ഉടൻ നിയമിക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ സർക്കാർ നൽകിയ പാനൽ അംഗീകരിക്കാതെ ഗവർണർ പഴയ VCമാരെ 6 മാസത്തേക്ക് തുടരാൻ അനുവദിക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. താൽക്കാലിക VCമാരുടെ നിയമനം ചട്ടവിരുദ്ധമെന്നും ഉടൻ റദ്ദാക്കണമെന്നുമാണ് സർക്കാരിന്റെ ആവശ്യം. ഏകപക്ഷീയമായാണ് ഗവർണർ തീരുമാനമെടുത്തതെന്നും ഹർജിയിൽ പറയുന്നു. മന്ത്രിമാരായ P രാജീവും R ബിന്ദുവും ഗവർണറെ നേരിട്ട് കണ്ടെങ്കിലും ഈ വിഷയത്തിൽ അനുകൂല സമീപനമുണ്ടായില്ല. നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയെങ്കിലും പരിഗണിച്ചില്ല. ഇതിനിടെ ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഭേദഗതി വരുത്തി മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസ് ഗവർണർ ഒപ്പിടാനും വിസമ്മതിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഗവർണറുമായി നിയമ പോരാട്ടത്തിന് സർക്കാർ തയ്യാറായത്. ന്യൂസ് ഡെസ്ക് അമൃത TV. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ നടപടികൾ നീളുന്നതിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാറാണ് റിപ്പോർട്ട് തേടിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. സുപ്രീം കോടതി പലതവണ സമയം നീട്ടി നൽകിയിട്ടും അന്തിമ വിധി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചലച്ചിത്ര താരം നിവിൻ പോളിക്കെതിരായ വഞ്ചനാ കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ പേരിൽ 2 കോടി തട്ടിയെടുത്തെന്ന നിർമ്മാതാവ് ഷംനാസിന്റെ പരാതിയിൽ തലയോലപ്പറമ്പ് പോലീസ് എടുത്ത കേസിലെ നടപടികളാണ് കോടതി തടഞ്ഞത്. വൈക്കം മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടികൾക്കാണ് സ്റ്റേ. നിവിൻ പോളി 1-ാം പ്രതിയും സംവിധായകൻ എബ്രിഡ് ഷെയ്ൻ 2-ാം പ്രതിയുമായാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ വലിയ ആരോപണങ്ങളുമായി സജി നന്ദ്യാട്ട്. 10 വർഷമായി ജനറൽ സെക്രട്ടറി ആയിരുന്ന തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നുവെന്ന് സജി നന്ദ്യാട്ട് പറഞ്ഞു. തന്നെ ചേംബർ പ്രസിഡന്റ് ആക്കരുത് എന്നാണ് ലക്ഷ്യം. തന്റെ കയ്യിൽ വലിയ ബോംബുണ്ടെന്നും എന്നാൽ പല കുടുംബവും തകരുമെന്നതിനാൽ സംയമനം പാലിക്കുന്നുവെന്നും സജി നന്ദ്യാട്ട് പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജി നാളെ വിധി പറയാൻ മാറ്റി. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെയായിരുന്നു സാന്ദ്രയുടെ ഹർജി. ഹർജിയിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് യോഗ്യത ഉണ്ടെന്നായിരുന്നു സാന്ദ്രയുടെ വാദം. ബൈലോ മറികടന്ന് തന്റെ പത്രിക തള്ളുകയായിരുന്നുവെന്ന് സാന്ദ്ര തോമസ് വാദിച്ചിരുന്നു. എറണാകുളം സബ് കോടതിയാണ് വിധി പറയുക. ക്വിസ് മത്സരങ്ങൾ മുഖേന സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനം രസകരമാക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ ക്യൂ പോസിറ്റീവ് ക്ലബ് തിരുവല്ല അമൃത വിദ്യാലയത്തിലും ക്ലബിന്റെ ഉദ്ഘാടനത്തോടൊപ്പം ഇന്റർ സ്കൂൾ ക്വിസ് ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിച്ചു. തിരുവല്ല അമൃത വിദ്യാലയത്തിലെ ക്യൂ പോസിറ്റീവ് ക്ലബിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് R സന്തോഷ് ബാബു നിർവഹിച്ചു. ചടങ്ങിൽ തിരുവല്ല അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ സ്വാമിനി ശാന്തിദാമൃത ചൈതന്യ, വൈസ് പ്രിൻസിപ്പൽ N ബിന്ദു, അക്കാദമിക് ഉപദേഷ്ടാവ് സുനിൽ കുമാർ എന്നിവർ സംസാരിച്ചു. അമൃത വിശ്വവിദ്യാപീഠം പ്രതിനിധികളായ അഭിഷേക് പ്രസന്നൻ, V വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. ക്യൂ പോസിറ്റീവ് ക്ലബിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ഇന്റർ സ്കൂൾ ക്വിസ് ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിച്ചു. അമൃത വിശ്വവിദ്യാപീഠം, ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ, ക്യൂ ഫാക്ടറി എന്നിവരുമായി സഹകരിച്ച് നടത്തിയ ഇന്റർ സ്കൂൾ ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രശസ്ത ക്വിസ് മാസ്റ്റർ മഹാദേവ് നമ്പ്യാർ നയിച്ച ക്വിസ് മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ സാരംഗ് സന്ദീപ്, എബിമോൻ അജീഷ്, ആത്മീക എന്നിവരും, ജൂനിയർ വിഭാഗത്തിൽ ഋതിക രാകേഷ്, നന്ദിഷ് പി നായർ, അക്ഷിത് പ്രസാദ് എന്നിവരും, സീനിയർ വിഭാഗത്തിൽ വർഷ, ലക്ഷ്മിപ്രിയ മുരളി, ദേവപ്രഭ എന്നിവരും വിജയികളായി. ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. ക്ലാസുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും അല്ലാതെ കുട്ടികളെ അറിവ് നേടാൻ സഹായിക്കുക, ചിന്താശേഷിയും അവബോധവും വളർത്തുക എന്നിവയാണ് ക്യൂ പോസിറ്റീവ് ക്ലബിന്റെ മറ്റു പ്രധാന ലക്ഷ്യങ്ങൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട.
വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകാൻ തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ചിരുന്ന മത്സരങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റുക. സെപ്റ്റംബർ 30 മുതൽ ആരംഭിക്കുന്ന ടൂർണമെന്റിൽ 4 മത്സരങ്ങൾക്കാണ് കാര്യവട്ടം വേദിയാകുക. ആതിര രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തെ ക്രിക്കറ്റ് പ്രേമികൾക്ക് അല്പം ആവേശമൊക്കെയാകാം. കാരണം അങ്ങനെയുള്ളൊരു വാർത്തയാണ് പറയാൻ പോകുന്നത്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് നമ്മുടെ തലസ്ഥാനത്തിൻ്റെ സ്വന്തം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടത്തേണ്ട മത്സരങ്ങളാണ് സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത്. വനിതാ ലോകകപ്പിലെ ഒരു സെമി ഫൈനൽ റൗണ്ടിനും ഒരു പ്രാഥമിക റൗണ്ട് മത്സരത്തിനും ഒപ്പം ഈ ലോകകപ്പിന് മുന്നോടിയായുള്ള 2 സന്നാഹ മത്സരങ്ങൾക്കുമാണ് തിരുവനന്തപുരത്തെ ഈ കാര്യവട്ടം സ്റ്റേഡിയം വേദിയാകുന്നത്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടത്തേണ്ടിയിരുന്ന മത്സരങ്ങളാണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. IPL-ൽ RCBയുടെ വിജയാഘോഷത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് 11ഓളം പേർ മരിക്കുകയും 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വലിയ മത്സരങ്ങൾക്ക് വേദിയാക്കുന്നത് യോജിച്ചതല്ല എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ലോകകപ്പിന് വേദിയാകുന്നത്. സെപ്റ്റംബർ 30 മുതലാണ് വനിതാ ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. വനിതാ ലോകകപ്പിൽ കന്നിക്കിരീടം സ്വന്തമാക്കാൻ ഉറച്ചാണ് ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം കളത്തിലിറങ്ങുക. KCLന് പിന്നാലെ ലോകകപ്പ് കൂടി ഇങ്ങെത്തുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം സ്ട്രോങ് അല്ല, ഡബിൾ സ്ട്രോങ് ആകും. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇതോടെ ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.